പണ്ട് കുറേ കാലങ്ങൾക്ക് മുൻപ് രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു പയ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഇവൻ രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ സമ്മാനം കണ്ടപ്പോൾ രാജാവിന് ഒത്തിരി സന്തോഷമായി. അപ്പോൾ രാജാവ് തീരുമാനിച്ചു, എനിക്ക് വേണ്ടി ഒരുപാട് ദൂരത്തുനിന്ന് ഇത്രയും അമൂല്യങ്ങളായിട്ടുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് രത്നങ്ങൾ കൊണ്ടുവന്നൊരു കൊച്ചു പയ്യനല്ലേ, ഇവൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ച് രാജാവ് അവനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താണ് ഇതിന് പ്രതിഫലമായിട്ട് വേണ്ടത്? അപ്പം ആദ്യം ഇവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ പ്രതിഫലം ഒന്നും പ്രതീക്ഷിച്ച് വന്നതല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് രാജാവ് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്താൽ മതി, അങ്ങ് ഇതിൻ്റെ വില എത്രയാണോ അതെനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ശരിക്കും അതിൻ്റെ വില എത്രയാണെന്ന് അറിയില്ല, ഒരു പിടിയുമില്ല. രാജാവ് പലരോടും തിരക്കി, ഈ രത്നങ്ങൾക്ക് എന്ത് വില വരും, ആർക്കും അറിയത്തില്ല. അങ്ങനെ കുറേ കാലം രാജാവ് അതിൻ്റെ വില അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പലരെയും പല നാടുകളിലേക്കും പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വരികയാണ്. അപ്പം രാജാവ് ഇതിനോടകം ഇതിൻ്റെ വില കണ്ടുപിടിച്ച് തരുന്നവർക്ക് ഒരുപാട് സമ്മാനം കിട്ടും എന്നൊക്കെ പലയിടത്തും വിളംബരങ്ങളും പരസ്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഇയാളും ഈ ഒരു കൊട്ടാരത്തിൽ വരികയാണ്. അപ്പം രാജാവ് ഇയാളോട് ചോദിച്ചു, താങ്കൾക്ക് ഇതിൻ്റെ കൃത്യമായ വില കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റും പ്രഭു, ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ഇത്തരത്തിലുള്ള സ്വർണങ്ങളും വൈഡൂര്യങ്ങളും അതുപോലെ രത്നങ്ങളും ഒക്കെ ഒരുപാട് ഞാൻ കണ്ടും അതിൻ്റെ മൂല്യങ്ങൾ എത്രയുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിലയും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഈ ഒരു യുവാവ് രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ ഒരു രത്നങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ഒരു യുവാവ് രാജാവിനോട് പറഞ്ഞു, ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1,00,000 സ്വർണ്ണ നാണയം വരും. അപ്പം രാജാവിന് സന്തോഷമായി. വേറൊന്നുമല്ല, തനിക്ക് വലിയൊരു സമ്മാനം കൊണ്ട് തന്ന ആ ഒരു പയ്യന് അവന് അതിൻ്റെ വില എത്രയാണോ അത് കൊടുക്കാൻ കഴിയുന്നല്ലോ, അല്ലെങ്കിൽ അത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു കാര്യത്തോർത്ത് രാജാവിന് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ രാജാവ് ആ ബാലന് 1,00,000 സ്വർണ്ണ നാണയം സമ്മാനമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ പയ്യൻ ഇതൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് അവിടുന്ന് പോയി. അങ്ങനെ ഇയാളും പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിന് ഭയങ്കര വിഷമം. രത്നം കൊണ്ടു തന്ന ആൾക്ക് ഞാൻ സമ്മാനം കൊടുത്തു, പക്ഷെ രത്നത്തിൻ്റെ ആ ഒരു രത്നങ്ങളുടെ വില എത്രയാണെന്ന് കണ്ടുപിടിച്ച ആൾക്ക് ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തില്ലല്ലോ, അത് ഭയങ്കര മോശമായി പോയി എന്ന് രാജാവിന് തോന്നി. രാജാവ് എത്രയും പെട്ടെന്ന് ആളെ അയച്ച് ഈ ആളിനെ, അതായത് ഈ രത്നത്തിൻ്റെ വില കണ്ടുപിടിച്ച് പറഞ്ഞ ആളിനെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇയാളുടെ ഗുരുവിനെ, ഞാൻ പറഞ്ഞു ഇയാളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു, ഈ ഗുരുവിനെയും കൂടി രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, എന്താണ് ഞാൻ ഇയാൾക്ക് കൊടുക്കേണ്ട സമ്മാനം? ഇയാൾ എനിക്ക് ആ പയ്യൻ എനിക്ക് തന്ന രത്നങ്ങളുടെ വില കണ്ടുപിടിച്ച് തരികയാണ് ചെയ്തത്. അപ്പം വലിയൊരു കാര്യമാണ് എനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു തന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, അവന് 500 ചാട്ടവാറടി കൊടുത്തിട്ട് അവനെ 5 മണിക്കൂർ വെയിലത്ത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെന്തിനാ? അപ്പം അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്, എനിക്കറിയാത്തൊരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരികയും എനിക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുകയും ചെയ്തു, പിന്നെന്തിനാണ് ഞാൻ ശിക്ഷിക്കുന്നത്? അപ്പോൾ ഈ ഗുരു പറഞ്ഞു, അവന് ആ രത്നത്തിൻ്റെ വില അറിയാം, മറ്റെന്തിൻ്റെയും വില അറിയാം, എന്നാൽ അവന് അവൻ്റെ വില അറിയില്ല. അതായത് നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ മറ്റു പലതിൻ്റെയും വാല്യൂസ് അറിയാം, മറ്റു പല ആൾക്കാരുടെയും കാര്യങ്ങൾ, മറ്റു പല ആൾക്കാരുടെയും ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ടെൻഷനൊക്കെ നമുക്കുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആവാം, ഫാമിലിയിലുള്ള ആൾക്കാരുടെ ആകാം. എന്നാൽ നമ്മളുടെ വാല്യൂ എന്താണെന്നോ നമ്മൾ ആരാണെന്നോ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അത് മനസ്സിലാക്കാതെ അവർക്ക് വിധേയരായിട്ട് നിൽക്കുന്ന പല സിറ്റുവേഷൻസും നമ്മളുടെ ലൈഫിലുണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം, നമ്മൾ ആരാണെന്നും നമ്മളുടെ സെൽഫ് വർത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു.